ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷുവിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചെറുപയറും ചവരിയൊക്കെ കൊണ്ടാണ് ഈ പായസം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായി മെയിനായിട്ട് വേണ്ടത് ചെറുപയറാണ്. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിരാൻ വെക്കുന്നെങ്കിൽ കുറച്ച് ടൈം മതിയാകും. ഞാനിവിടെ പച്ചവെള്ളത്തിലാണ് ഒന്ന് കുതിരാൻ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കുതിരാൻ വെച്ചിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. പയറെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം. നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ചവ്വരി എടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം കഴുകിയെടുത്തിട്ട് ഒന്ന് വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇനി പയറെല്ലാം ഒന്ന് കുക്കായി കിട്ടിക്കോളും. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെയൊക്കെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇത് രണ്ടും ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് പാനിൽ നിന്നും മാറ്റിയെടുക്കാം. ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം പഴുപ്പുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഒരുപാട് പഴുപ്പുള്ള പഴം എടുക്കരുത്. ഇത് ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പഴം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കളറെല്ലാം ചേഞ്ചായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതും നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതും ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. നേരത്തെ വേകാൻ വെച്ചിട്ടുള്ള പയറും ചവരിയും പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. പയറും ചവരിയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് ഞാനിവിടെ ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ഇതിവിടെ വേറൊരു പാത്രത്തിലേക്ക് പയറും ചവരിയും ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ശർക്കര, പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഈ ശർക്കര പാനിയെല്ലാം നന്നായിട്ട് ഇനി ഈ പയറിലൊന്ന് മിക്സായി നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ശർക്കര പാനിയെല്ലാം ഒന്ന് തിളച്ച് ഇതൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം എടുക്കാനായിട്ട്. 1/4 പാൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ എടുത്തതിന് ശേഷം അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളതാണ്. 2.5 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയമാകുമ്പോൾ നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും മധുരമൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പായസം നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി ഒന്ന് തിളച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. നമുക്കിനി ഇത് കുറച്ചുകൂടെ ഒന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വന്നോളും. അതുകൊണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള പഴവും കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. വിഷുവിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.